ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് രാവിലെ ഒരു 9 മണി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഞാൻ രാവിലെ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ രാവിലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. ദോശയും കടലക്കറിയാണ് കേട്ടോ. അപ്പം ഞാൻ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ഇപ്പം ഇടവിട്ടാണ് എക്സാം. അപ്പം നമുക്കിത്തിരി റെസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത്ര രാവിലെ നമുക്ക് എണീക്കേണ്ട, ഇത്തിരി വൈകിയാണ് ഇപ്പോൾ എണീക്കുന്നത്. അപ്പം മെല്ലെ കേട്ടോ പണിയൊക്കെ കഴിയുക. അപ്പോൾ ഇതാ ഞങ്ങൾ ദോശയും കടലക്കറിയൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം ഞാനൊരു ട്രിപ്പ് മുട്ട പുഴുങ്ങി, അത് പിന്നെ ഇത്തിരി വേവ് കുറവായതുകൊണ്ട് ഓവനിൽ വെച്ച് അത് മൊത്തം പൊട്ടിത്തെറിച്ച് ആകെ അലങ്കോലമായിട്ടോ. കുറച്ചൊക്കെ കിട്ടി. പിന്നെ ഞാൻ രണ്ടാമത് ഒന്നും കൂടി വേവാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചില സമയങ്ങളിലൊക്കെ എങ്ങനെയാണ് ഓരോ അബദ്ധങ്ങളൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഓവനിൽ അങ്ങനെ വെക്കാൻ പാടില്ല എന്ന് തോന്നിട്ടോ, എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ചെയ്താൽ അതാകെ ഇതായി. പിന്നെ ഞാൻ ലോഷനൊക്കെ വെച്ച് അത് തുടച്ച് ഒരു മണിക്കൂറത്തെ പണിയായിരുന്നു കേട്ടോ. മുട്ടയായതുകൊണ്ട് ഭയങ്കര സ്മെല്ലായിരുന്നു. പിന്നെ ഓവനൊക്കെ തുടച്ച് വൃത്തിയാക്കി എൻ്റെ രാവിലത്തെ കുറേ സമയം അങ്ങനെ വേസ്റ്റായിപ്പോയി. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിൻ്റെ പാത്രങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ കഴുകി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ രാവിലെ ചോറായിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ കുറച്ച് കറിയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മീൻ വരും. അപ്പം മീൻ വാങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. വരുമോ എന്നറിയില്ല. അതും കൂടി കറി വെക്കണം. അങ്ങനെ അടുക്കളയിലുള്ള പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. സിങ്കും കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഗ്യാസൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് അടിച്ച് വാരുക കേട്ടോ. അടിച്ച് വാരിയിട്ട് ഒന്ന് തുടയ്ക്കണം. കുറേ ദിവസമായി തുടച്ചിട്ട് കേട്ടോ. അപ്പോൾ ഒന്നും തുടയ്ക്കാറില്ല, ഇടയ്ക്കിടയ്ക്കാണ് തുടയ്ക്കുക. അപ്പോൾ ഇത് അടിച്ച് വാരിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ നിറയെ കടലാസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ റിയയുടെ പണിയാണ് കേട്ടോ. ഓരോന്ന് കളിക്കാൻ വേണ്ടിയിട്ട് ബുക്കത്തെ പേജെല്ലാം കീറി അവിടെ ഇവിടെയും കൂട്ടി വെക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് കടലാസ് ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് അടിച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ അടിച്ച് വാരിയാലും കുറച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ കേട്ടോ. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുടയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എൻ്റെ മോപ്പ് പൊട്ടിപ്പോയിട്ടോ, പുതിയത് വാങ്ങിയിട്ടില്ല. അപ്പോൾ അതാ നിലത്തിരുന്നിട്ട് ഇതെങ്ങനെയാണ് തുടയ്ക്കുന്നത്. കുറച്ച് നേരം ഇരുന്ന് തുടച്ചു. പിന്നെ കുറച്ച് കാലും കൊണ്ട് ചവിട്ടി തുടച്ചു കേട്ടോ. ഇരിക്കുമ്പോൾ ഇരിക്കാനേ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ തുടച്ചു കേട്ടോ. കുറച്ച് ഭാഗമേ ഉള്ളൂ. വീടിൻ്റെ എല്ലാ ഭാഗവും ടൈലിടാത്തതുകൊണ്ട് കുറച്ച് ഭാഗമേ ഉള്ളൂ കേട്ടോ. അടുക്കള റൂം മാത്രമേ ഉള്ളൂ കേട്ടോ ടൈലിട്ടിട്ടുള്ള. അപ്പോൾ അവിടെ മാത്രം പെട്ടെന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു വട്ടം തുടച്ച് രണ്ടാമത്തെ ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മാത്രം ടൈലിട്ടിട്ട് ബാക്കി ഭാഗത്തൊന്നും ഇടാത്തതുകൊണ്ട് പെട്ടെന്ന് ചെളിയാവും കേട്ടോ. നല്ല പൊടിയാണ്, അത് പറഞ്ഞിട്ടും കാര്യമില്ല. കുറച്ച് നേരം നല്ല നീറ്റായി കിടക്കും, പിന്നെ അങ്ങനെ പൊടിയാവും കേട്ടോ. അതുകൊണ്ട് ഞാൻ എപ്പോഴൊന്നും തുടയ്ക്കാറില്ല, ഇടയ്ക്ക് മാത്രമേ തുടയ്ക്കാറുള്ളൂ. അപ്പോൾ നന്നായിട്ട് വൃത്തിയായി കിടക്കുമ്പോൾ ഒരു മനസ്സിന് സന്തോഷമാണ് കേട്ടോ. അപ്പം എല്ലാ ഭാഗവും വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇതാ തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് തുണിയെല്ലാം അതെല്ലാം ഒന്ന് ഇതാക്കി പുറത്തിട്ടിട്ടുണ്ട്. ഇനി ഇതൊരു ഓറഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല ചൂടും വെയിലായതുകൊണ്ട് ഭയങ്കര ദാഹമാണ് കേട്ടോ. പാലക്കാടായതുകൊണ്ട് ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇതൊരു ഓറഞ്ച് പൊളിച്ചിട്ട് കഴിക്കുകയാണ്. അപ്പം മീൻ വരാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ് കേട്ടോ. ഇപ്പം വരും തോന്നുന്നു. അപ്പോൾ ഇതാ നമ്മുടെ മീൻകാരനൊക്കെ വന്നിട്ടുണ്ട്. ഇതാ അയലയാണ് കേട്ടോ. ഈ 4 അയലയ്ക്ക് 120 രൂപയാണ് കേട്ടോ. അപ്പം മീനിന് ഭയങ്കര വിലയാണ് കേട്ടോ. അപ്പം ഞാൻ 4 എണ്ണം വാങ്ങിയിട്ടുണ്ട്. മുളകിട്ടിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നും ആ ചേട്ടൻ നന്നാക്കി തരും. ഇന്നെന്തോ നന്നാക്കി തന്നില്ല, തിരക്കുണ്ട് പറഞ്ഞിട്ട് പെട്ടെന്ന് പോയിട്ടോ. അപ്പം ഞാൻ തന്നെ നന്നാക്കുകയാണ്, അല്ലെങ്കിൽ നന്നാക്കി പീസാക്കി തരും. അപ്പം നമുക്ക് കഴുകി അങ്ങനെ പെട്ടെന്ന് കറി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാനത് നന്നാക്കി എടുക്കട്ടെ. അപ്പോൾ ഇതാ മീൻകറി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഒക്കെ അരിഞ്ഞിട്ട് ഞാൻ വഴറ്റിയെടുത്തു. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റി. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തു, പുളി ഇട്ട് കൊടുത്തു, ഉലുവാപ്പൊടി ഒക്കെ ഇട്ടിട്ട് നമ്മൾ സാധാരണ മുളകും പുളി ഇട്ടിട്ട് കുടംപുളി ഇട്ട് വെക്കില്ല, അങ്ങനത്തെ രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാട്ടോ ഇങ്ങനെ. പിന്നെ ഇന്നലെ വെച്ച മത്തനും ചെറുപയറും കൂടി വെച്ച ആ കറി കൂടി ഉണ്ട് കേട്ടോ. ഇത് തന്നെയാണ് ഇന്ന് ഞങ്ങൾക്ക് ഉച്ചയ്ക്കത്തേക്ക്. ഇനി കൊണ്ടാട്ടം എന്തെങ്കിലും വറക്കണം, അത്ര തന്നെ കേട്ടോ ഇന്ന്.
അപ്പോൾ ഇതാ ഞാൻ ചീഞ്ചട്ടിയിൽ ഇങ്ങനെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതാ മൺചട്ടിയിൽ വെച്ചു കേട്ടോ. മൺചട്ടിയിൽ മീൻ ഉണ്ടായിരുന്നു, അതിലേക്ക് വെച്ച് അങ്ങനെ വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇത് ഇനിയൊന്ന് വറ്റി വരണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായോ എന്നറിയില്ല. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ കുറേ ആയിട്ട് വീഡിയോ ഇടാറില്ല, ഇനി സ്ഥിരമായിട്ട് ഇടാൻ ശ്രമിക്കുന്നതാണ്. ഓരോ തിരക്കുകളാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.